ഏറെ ബഹുമാന്യരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആയിരത്താണ്ടുകളായി ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തെ നിർണയിക്കുന്ന സാമൂഹ്യ സമ്മർദ്ദ ശക്തിയായി, നമ്മളെ അടിച്ചമർത്തുന്ന വ്യവസ്ഥയായി ജാതി വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഈ അടിച്ചമർത്തൽ വ്യവസ്ഥയ്ക്കെതിരെ വലിയ ശബ്ദം മുഴക്കിയ, എഴുത്തുകൊണ്ടും ജീവിതം കൊണ്ടും ദർശനങ്ങൾ കൊണ്ടും സമരം തീർത്ത ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് മഹാമനീഷികളുണ്ട്, സമര പോരാളികളുണ്ട്. മഹാത്മാ ഫൂലെയും ഡോക്ടർ ബി.ആർ. അംബേദ്കറും ഒക്കെ തന്നെ അതിൻ്റെ ആദ്യ പഥികരെന്നുള്ള നിലയ്ക്ക് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ജീവിതവും ചിന്തകളും എഴുത്തും പ്രവർത്തികളും എല്ലാം തന്നെ. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മഹാത്മാ അയ്യങ്കാളി, പൊയ്കയിലപ്പച്ചൻ, പാമ്പാടി ജോൺ ജോസഫ് ഉൾപ്പെടെയുള്ള വലിയൊരു നീണ്ട നിര തന്നെ നമുക്ക് കേരളത്തിലുണ്ട്. ആ നീണ്ട നിരയുടെ ഒരു തുടർച്ചയിലാണ് കല്ലറ സുകുമാരനും പോൾ ചിറക്കരോടുമൊക്കെ ഉൾപ്പെടെയുള്ള മഹാമനീഷികളുടെ എഴുത്തും ജീവിതവും പോരാട്ടവും എല്ലാം തന്നെ നമ്മൾ കാണുന്നത്. പറഞ്ഞു വന്നത്, കെ കൊച്ച് എന്ന് പറയുന്ന മഹാനായ മനുഷ്യസ്നേഹി, രാഷ്ട്രീയ നിരീക്ഷകൻ, തത്വചിന്തകൻ, വൈജ്ഞാനികമായ അന്വേഷണത്തിൻ്റെ വലിയ പോരാളി, ചരിത്രകാരൻ, പത്രാധിപർ, ആക്ടിവിസ്റ്റ്, സാംസ്കാരിക വിമർശകൻ, സാഹിത്യ വിമർശകൻ, സാഹിത്യ ചിന്തകൻ എന്നൊക്കെയുള്ള പല നിലകളിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ തൻ്റെ ജ്ഞാനാന്വേഷണ മേഖലകളെ പലവിധ മേഖലകളിലേക്ക് അഴിച്ചു വിട്ടുകൊണ്ട് കേരള സമൂഹത്തെ മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തെ തന്നെ ആകമാനം പരിഷ്കരിക്കാൻ പ്രേരിപ്പിച്ച മഹാനായൊരു ചിന്തകനും എഴുത്തുകാരനും ബുദ്ധിജീവിയും കൂടിയാണ് കെ കൊച്ച്. പോക്കർമാഷ് ഇവിടെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ബുദ്ധിജീവി എന്ന സങ്കല്പത്തെ സംബന്ധിച്ചാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നുണ്ട്, ആരാണ് ഒരു ബുദ്ധിജീവി? ഒരു സവർണ സമുദായത്തിൽ നിന്ന് ഒരിക്കലും ഒരു ബുദ്ധിജീവി ഉണ്ടാകത്തില്ല. സവർണ സമുദായത്തിൽ നിന്നൊരു പണ്ഡിതൻ ഉണ്ടായേക്കാം ചിലപ്പോൾ, പക്ഷേ സവർണ സമുദായത്തിൽ നിന്ന് ഒരിക്കലും ഒരു ബുദ്ധിജീവി ഉണ്ടാവില്ല എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം, എന്താണ് ഒരു ബുദ്ധിജീവിയുടെ കർത്തവ്യം? ഒരു ബുദ്ധിജീവിക്ക് സമൂഹത്തോട് എന്താണ് ചെയ്യാനുള്ളത്? ഒരു ബുദ്ധിജീവിക്ക് സമൂഹത്തോട് ചെയ്യാനുള്ളത് സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. സവർണ സമുദായത്തിൽപ്പെട്ട ഒരു പണ്ഡിതന് സമൂഹത്തെ പരിവർത്തിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ നിലയ്ക്ക് നോക്കിയാൽ. പക്ഷേ കെ കൊച്ച് എന്ന് പറയുന്ന ജൈവ ബുദ്ധിജീവിക്ക് ഈ സമൂഹത്തെ പരിവർത്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ പരിവർത്തനം എന്ന് പറയുന്നത് കേരള സമൂഹത്തെ മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തെ ആകമാനം പരിവർത്തിപ്പിക്കുന്നതിനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിതം നയിച്ച ഒരാളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കെ ബാബുരാജ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമഗ്രമായി വീക്ഷിച്ചുകൊണ്ട് പറയുന്നു, ആപൽക്കരമായി കർമ്മം ചെയ്ത ഒരാൾ. എന്തുകൊണ്ടാണ് ആപൽക്കരമായി കർമ്മം ചെയ്ത ഒരാൾ എന്ന ആ താക്കോൽ വാക്യത്തിന് ഇത്രയധികം പ്രാധാന്യം ഉണ്ടാകുന്നത്? സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മാത്രമേ ആ വാക്കിൻ്റെ പ്രസക്തിയെ നമുക്ക് സ്ഫുടം ചെയ്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം കേരളം വളരെയധികം പുരോഗമിച്ച സമൂഹമാണ് എന്ന് പറയുമ്പോൾ പോലും ചില കാര്യങ്ങളിൽ കേരളത്തിൽ പറയാനേ കഴിയില്ല. അതുകൊണ്ടാണ് ബാബുരാജ് അതിനെ വിശേഷിപ്പിച്ചത് ആപൽക്കരമായി കർമ്മം ചെയ്ത ഒരാൾ. കാരണം എഴുത്തിലൂടെ, ജീവിതത്തിലൂടെ വലിയ ആപത്ത് വരുത്തി വെക്കേണ്ടി വരും. ചില ലേഖനങ്ങൾ എഴുതുമ്പോൾ വലിയ ശത്രുതകളെ വിളിച്ചു വരുത്തേണ്ടി വരും. ചില പ്രസംഗങ്ങൾ നടത്തുമ്പോൾ സമൂഹത്തിൻ്റെ മുഴുവൻ വെറുപ്പ് നിറഞ്ഞ നോട്ടത്തെ, വിദ്വേഷത്തിന് ഒക്കെ ഇരയാകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ സാഹചര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടും ആ സാഹചര്യത്തെ തൃണവൽഗണിച്ചുകൊണ്ടും സധൈര്യം ആ സാഹചര്യങ്ങളോട് അഭിമുഖം നിന്നുകൊണ്ടുമാണ് കെ കൊച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാർപ്പണം ചെയ്തിട്ടുള്ള ജീവിതം സാധ്യമാക്കിയത് എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. അപ്പം നമ്മളിവിടെ ഈ സ്വത്വവാദം എന്ന് പറയുന്ന സംഗതിയെപ്പറ്റി 2 തവണ ചർച്ചയിൽ വന്നു. ഈ സ്വത്വവാദം എന്ന് പറയുന്നത് പൊതുവെ കേരളത്തിൽ എന്തോ ഒരു ചീത്ത വാക്കുപോലെ. സ്വത്വവാദം എന്ന് പറഞ്ഞാൽ ആ വാക്ക് പറയുന്നവ എന്തോ അപകടകാരികൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുന്നൊരു കാര്യം, നിങ്ങൾ പ്രാതിനിധ്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ തീവ്രവാദികളാവും. പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ തീവ്രവാദം. മന്ത്രിസഭയിൽ ഞങ്ങളുടെ പ്രതിനിധി ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീവ്രവാദികളാകും. എയ്ഡഡ് കോളേജിലെ സംവരണത്തിൻ്റെ വിഷയം പറഞ്ഞാൽ തീവ്രവാദികളാകും. ഇതെല്ലാം പറയുന്നത് വളരെ വിചിത്രമായി
പട്ടികജാതിക്കാരുടെ അവകാശം സംരക്ഷിക്കുന്നു എന്ന് പറയപ്പെടുന്ന ചില സംഘടനകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ദളിത് തീവ്രവാദികൾ എന്നുള്ള ഒരു ആക്ഷേപവാക്കി ഇപ്പോൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ദളിത് തീവ്രവാദികൾ. കാരണം തീവ്രവാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ വളരെ പെട്ടെന്ന് അരികുവൽക്കരിക്കാൻ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്താണോ ചെയ്തത്, ഏത് തരത്തിലുള്ള ചാപ്പകുത്തിയാണോ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുകയും ഉന്മൂലനം ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരുന്നത്, അതേ ആശയാവലി, അതേ പദാവലി, അതേ ഉന്മൂലനത്തിൻ്റെ കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ദളിതരുടെ, പാർശ്വവൽകൃത ജനതയുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നവരെ അടയാളപ്പെടുത്തുന്ന വാക്ക് ഇപ്പോൾ എന്താണെന്ന് കേൾക്കണം. ദളിത് തീവ്രവാദികൾ. അവരേതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സോഷ്യൽ മീഡിയ ആ പോസ്റ്റിലൂടെ പറഞ്ഞത്, കേരളത്തിൽ വിപ്ലവം സാധ്യമായത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ വലിയ കനിവ് കൊണ്ടാണ്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ കനിവ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർക്ക് ആ പേര് നൽകിയത് ദളിതനല്ലാത്തൊരു സവർണനാണ്. സത്യത്തിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നൊരു വെറ്റിലേം ഭാഗം കൊണ്ട് ഏതെങ്കിലും നമ്പൂതിരിയുടെ ഇല്ലത്ത് പോയി ഉടനെ അഭയം പ്രാപിക്കുക വേണ്ടത്. അവർക്ക് അതാണ് പറഞ്ഞിട്ടുള്ള പരിപാടി. അതാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർക്ക് ആ പേര് നൽകിയത് ഒരിക്കലും ഒരു ബ്രാഹ്മണനല്ല. അത് അംബേദ്കറിൻ്റെ ജീവചരിത്രകാരന്മാരായ ഹിന്ദുത്വവാദിയായ ധനഞ്ജയ കീറിനെ പോലെയുള്ള ആളുകളാണ് അംബേദ്കറിൻ്റെ പേര് ദളിതനല്ലാത്തൊരു ബ്രാഹ്മണനാണ് നൽകിയതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന മനുഷ്യരുടെ ഉടമസ്ഥാവകാശം ആർക്കാ? അത് ബ്രാഹ്മണർക്കാ. ഗോൾവാക്കർ പറഞ്ഞല്ലോ, എന്തിനാണ് ആര്യബ്രാഹ്മണർ കേരളത്തിലേക്ക് വന്നത്? അതോടല്ല ഇവിടെ നായന്മാരുടെ ഇടയിലേക്ക് വിത്തുപാകി നല്ല ബ്രാഹ്മണരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത് M.S. ഗോൾവാക്കർ ഗുജറാത്ത് സർവകലാശാലയിലാണ് പറഞ്ഞു വെച്ചത്. ആ ലൈനിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർക്ക് പേര് നൽകിയത് ഒരു സവർണനാണ് എന്ന് പറയുന്നതിലൂടെ കേരളത്തിലെ ഇന്ത്യയിലെ ദളിതർ ആത്മാഭിമാനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെ സവർണ രക്ഷാകർതൃത്വത്തിൻ്റെ അടിമയാക്കാനുള്ള ശ്രമമാണ്. യഥാർത്ഥത്തിൽ അവരുടെ പേര് പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു മടിയുമില്ല. പട്ടികജാതിക്കാരുടെ പേരിൽ അറിയപ്പെടുന്ന പട്ടികജാതി ക്ഷേമ സമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ത്യയിലെ ദളിതർ ആത്മാഭിമാനത്തിനായി നടത്തിയ പോരാട്ടങ്ങൾ ഏതെങ്കിലും സവർണറുടെ കരുണ കൊണ്ടല്ല. 1927 മഹാൻ സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്കാവശ്യം സവർണറുടെ അനുതാപമോ അനുകമ്പയോ അല്ല. കറുത്ത വർഗക്കാരെ ബ്രിട്ടീഷുകാർ സഹായിച്ചതുപോലെ ഞങ്ങളുടെ ആശയങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രം മതി എന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ മഹാൻ സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞത്. നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരനയ്യപ്പം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഞങ്ങൾക്ക് സഹായം ഒന്നും ചെയ്യണ്ട, ഞങ്ങളുടെ മുമ്പ് വെച്ചേക്കുന്ന ആ വടിയും കല്ലൊന്നും എടുത്ത് മാറ്റി തന്നാൽ മതി, ഞങ്ങളങ്ങ് നടന്നു പൊക്കോളാമെന്ന. ഇങ്ങനെ പറഞ്ഞൊരു സഹോദരനയ്യപ്പൻ്റെ നാട്ടിൽ ഇരുന്ന് പറയുകയാണ്, കേരളത്തിലെ പട്ടികജാതിക്കാരെല്ലാം രക്ഷിച്ചത് ആരാണ്? ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയും മന്നത്ത് പത്മനാഭനും അംബേദ്കറിന് പേര് കൊടുത്ത ഏതോ സവർണ ബ്രാഹ്മണനും കൂടെ ചേർന്നാണ് കേരളത്തിലും ഇന്ത്യയിലും വലിയ വിപ്ലവം നയിച്ചതെന്ന് തമാശ. യാതൊരു ചരിത്രബോധവും ഇല്ലാത്ത രീതിയിൽ ചരിത്രത്തെ തന്നെ പരിഹസിക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിലേക്ക് കടത്തിവിടുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിക്കാം. കേരളത്തിൽ ഇപ്പോഴത്തെ നിലനിൽക്കുന്ന മന്ത്രിസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി പോലും ഇല്ലെന്ന് പറയുമ്പോൾ 1970 മുതലുള്ള കണക്ക് പറഞ്ഞിട്ട് ആ മന്ത്രിസഭയിലെല്ലാം പട്ടികജാതിക്കാരുണ്ട് എന്ന് പറയുന്ന വിചിത്രമായ വാദവുമായി ചില ആളുകൾ രംഗത്ത് വരിക. ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിൻ്റെ കണക്ക് തെളിയിക്കുന്നത് കേരളത്തിലെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് പ്രാധാന്യം വട്ടപൂജ്യമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ O.P. രവീന്ദ്രനെ പോലെയുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ കോളനികൾ എന്നുള്ളതാണ്. ആ പുസ്തകത്തിലെ കണക്കുകളിലൂടെ കടന്നുപോയാൽ നമുക്ക് ബോധ്യപ്പെടും, കേരളത്തിലെ എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജുകൾ യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യ കോളനിയായിട്ട് നിലനിൽക്കുകയാണ്. പണ്ട് സണ്ണിയ സാറ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ആ കോളേജുകളിൽ ചെന്ന് നിങ്ങളോടെല്ലാവരോടും അവരോടൊന്നും വെളിയിലോട്ട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞാൽ സവർണ സമുദായങ്ങളിൽപ്പെട്ട ആളുകളായിരിക്കും അധ്യാപകർ. ഈ രീതിയിൽ മനുഷ്യരുടെ ചിന്താശേഷിയെ പരിഹസിച്ചുകൊണ്ട്
അവകാശങ്ങളെ സംബന്ധിച്ച്, പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വത്വവാദ ചാപ്പ കുത്തി അടിച്ചമർത്താൻ നോക്കിയാൽ ആ ചാപ്പ ഇവിടെ ചെലവാകത്തില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ചാപ്പ അങ്ങ് കൈ വെച്ചോണ്ടേച്ചാൽ മതി. ആ ചാപ്പയായിട്ട് ഇങ്ങോട്ട് വരണ്ട. വലിയ മാർക്സിസ്റ്റ് ചിന്തകന്മാരാണ്, ചില ആളുകൾ വലിയ മാർക്സിസ്റ്റുകളാണ്. പക്ഷേ അവരുടെ പേരിൻ്റെ അറ്റത്തെ ഇളയിടം, മേനോൻ, ഭട്ടതിരി, നമ്പൂതിരി അവരും വലിയ പുരോഗമനകാരികളാണ്. എങ്ങനെ നടക്കുന്നു ഈ പുരോഗമനം? നിങ്ങളുടെ പേരിൻ്റെ വാലിൻ്റെ അറ്റത്ത് ഇളയിടമെന്നും നമ്പൂതിരിയെന്നും ഭട്ടതിരിയെന്നും പേര് പറഞ്ഞുകൊണ്ട് മാർക്സിസം വീണ്ടെടുപ്പുകൾ. പുസ്തകത്തിൻ്റെ ചട്ടയിൽ എന്താണ്? സവർണ പേര്. എന്നിട്ട് മാർക്സിനെ വീണ്ടെടുക്കുക. ആരെ വീണ്ടെടുക്കുക? ചുരുക്കത്തിൽ ഇവരുടെ ഈ അരിവാൾ ചുറ്റുകയും മാർസും പുറത്താണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പുറത്തു മാർസും അകത്തു പൂന്താനവുമായി ജീവിക്കുന്ന മലയാളികളുടെ പുരോഗമന കാപട്യത്തെ തുറന്നു കാണിച്ച അതുല്യനായ ചിന്തകനും എഴുത്തുകാരനുമാണ് കെ കൊച്ച് എന്ന് ഈ സന്ദർഭത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം അത്തരം കാപട്യങ്ങളെ നിരന്തരം അദ്ദേഹം തുറന്നു കാണിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത്, കെ കൊച്ചിനെ നമ്മൾ സ്ഥാനപ്പെടുത്തേണ്ടത് ഡോക്ടർ BR അംബേദ്കറിനും അതിനു മുമ്പ് മഹാത്മാഭൂലയിൽ നിന്നും തുടങ്ങുന്ന വൈജ്ഞാനികമായ ധാരയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് കൊച്ചേട്ടൻ എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്നോട് ആവശ്യപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് ദളിതൻ ആത്മകഥയിലെ പ്രദേശങ്ങൾ എന്നത് സംബന്ധിച്ചാണ്. ഒരു സുദീർഘമായ പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല എന്നുള്ള ആദ്യമേ തന്ന വാഗ്ദാനം നിങ്ങളെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനായ ആനന്ദവർദ്ധനൻ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പറയുന്നുണ്ട്, സംക്ഷേപേണ വക്തവ്യം. ഞാൻ ചുരുക്കി പറയാം. പക്ഷേ പുള്ളി ചുരുക്കി പറയാമെന്ന് പറഞ്ഞിട്ട് പുസ്തകം ഏതാണ്ട് 500 പേജാണ്. ചുരുക്കി പറയാമെന്നും പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും 500 പേരിലാണ് പുസ്തകം അവസാനിപ്പിച്ചത്. അങ്ങനെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. കൊച്ചേട്ടൻ്റെ ദളിതൻ എന്ന് പറയുന്ന ആത്മകഥ ഒരു കേവലമായ ജീവിതാനുഭവങ്ങളുടെ വിവരണം മാത്രമല്ല. ആ ജീവിതാനുഭവങ്ങൾ വായിച്ച് നിങ്ങൾ പാത്രം മുമ്പ് വെച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെ ആരെയും കരയാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകമേ അല്ല ഈ പുസ്തകം. മറിച്ച് കേരള ചരിത്രത്തെയും സമകാലീന ഇന്ത്യൻ അവസ്ഥയെയും സാംസ്കാരിക കേരളത്തിൻ്റെ മേൽക്കോയ്മ മനോഭാവങ്ങളെയും വിമർശനാത്മകമായി വിലയിരുത്തുന്ന സൂക്ഷ്മാഖ്യാനങ്ങൾ ഉള്ളടങ്ങിയ വ്യതിരിക്തമായ ഒരു ആത്മകഥനമാണ് യഥാർത്ഥത്തിൽ കൊച്ചേട്ടൻ്റെ ദളിതൻ എന്ന് പറയുന്ന പുസ്തകം. എന്നെ ഇതിൽ സ്പർശിച്ച പല ഭാഗങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഭൂപ്രദേശങ്ങളിലൂടെ കടന്നു പോകണമെങ്കിൽ തന്നെ ഈ ഒരു 25 മിനിറ്റ് കൊണ്ട് നടക്കുന്ന പ്രഭാഷണത്തിലൂടെ എങ്ങും എത്താൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ ആദ്യത്തെ ചില നിരീക്ഷണങ്ങൾ മാത്രമേ ഞാൻ ഈ പ്രഭാഷണത്തിൽ ഉപയുക്തമാക്കുന്നുള്ളൂ. ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കുട്ടിക്കാലത്ത് രാമൻ, കൃഷ്ണൻ എന്നീ ഹിന്ദു ദൈവങ്ങളും രാമായണ മഹാഭാരത കഥകളും തനിക്കന്യമായിരുന്നു എന്ന് കൊച്ചേട്ടൻ എഴുതുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുനിൽ പീളയിടത്തിൻ്റെ ലേഖനം PK ബാലകൃഷ്ണനെ മുൻനിർത്തി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. അതിൽ PK ബാലകൃഷ്ണനെ ചാരി നിന്നുകൊണ്ട് മഹാഭാരതത്തെ കൂടുതൽ എന്താ പറയുക, സാധൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ മഹാഭാരതം എന്ന് പറയുന്ന ആഖ്യാനത്തെ മുൻനിർത്തി കേരള സമൂഹത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ രസകരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുള്ളി പാലക്കാട് ഒരാഴ്ചത്തെ പ്രഭാഷണം നടത്തി, പാലക്കാട് BJP ജയിച്ചു. തൃശ്ശൂർ ഒരാഴ്ചത്തെ പ്രഭാഷണം നടത്തി, തൃശ്ശൂർ BJP കൊണ്ടുപോയി. തൃപ്പൂണിത്തുറ 7 ദിവസത്തെ പ്രഭാഷണം നടത്തി, തൃപ്പൂണിത്തുറ ഇപ്പോൾ BJP ഭരിക്കുന്നത്. എവിടെയൊക്കെ മഹാഭാരത പ്രഭാഷണങ്ങൾ നടന്നോ അവിടെയല്ല ഇപ്പോൾ ആരാ ഭരിക്കുന്നത്? BJP. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ലെന്നാണ്. കാരണം എവിടെയാണോ ഈ പ്രഭാഷണ പരമ്പര നടക്കുന്നത് അവിടെ ഇതിനനുസൃതമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മൾ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നം പറയുമ്പോൾ പുള്ളി രാമൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരൻ സബ്വേഴ്സീവ് പൊട്ടൻഷ്യൽ കൃഷ്ണൻ്റെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ മായികമായൊരു ആഖ്യാന ലോകം നമ്മുടെ മുമ്പിൽ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ദളിതരും ബഹുജനങ്ങളും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ, അവകാശ സമരങ്ങളെ സമ്പൂർണ്ണമായി റദ്ദ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. അതേസമയത്ത് തന്നെ PK ബാലകൃഷ്ണനെ പറ്റി ഇത്തരമൊരു ലേഖനം എഴുതുമ്പോൾ PK ബാലകൃഷ്ണൻ സത്താപരമായി മുന്നോട്ട് വെച്ച യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങളെ അവഗണിക്കുകയും അദ്ദേഹത്തിൻ്റെ ഏതോ പ്രധാനപ്പെട്ട പുസ്തകം ഇനി ഞാൻ ഉറങ്ങട്ടെയാണെന്നുള്ള തോന്നലിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യുക. PK ബാലകൃഷ്ണൻ ആകെപ്പാട് എഴുതിയൊരു പുസ്തകം ഇനി ഞാൻ ഉറങ്ങട്ടെയാണെന്ന് ആ ലേഖനം വായിക്കുമ്പോൾ നമുക്കങ്ങ് തോന്നും.
ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ച ഒരു കാലഘട്ടത്തിലാണ് കൊച്ചേട്ടൻ പറയുന്നത്, എനിക്ക് രാമനും കൃഷ്ണനും അന്യമായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് അമ്മുമ്മ പറഞ്ഞ കഥകളിലെല്ലാം പിശാചുക്കളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ പിശാചുക്കളാന്ന് പറയുമ്പോൾ ഈ ആകാശഗംഗയൊക്കെ കണ്ട ഒരു പാരമ്പര്യമാണല്ലോ നമുക്കുള്ളത്. ഇപ്പം പിശാചുകൾ എന്നൊക്കെ പറഞ്ഞ് വെള്ളസാരി ഉടുത്തുകൊണ്ട് ഈ പല്ലും പുറത്തോട്ട് വരുന്ന ആളുകളെ ഓർമ്മയായിരിക്കും നമുക്കുണ്ടാവുക. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളതാണ്. കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമുദായത്തിൽ പിശാചുക്കളെന്നുമൊക്കെ പറയുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു കാരണവന്മാരുടെ ഒരു വലിയ പാരമ്പര്യമാണ്. ചരിത്ര പണ്ഡിതനായ മാധവൻ മാഷ് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരിക്കൽ സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞു, ശ്യാമിനെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ മരിച്ചുപോയ കാരണവന്മാരാണ്. പാടത്തും പറമ്പിലും ചെളിയിൽ താന്നുപോയ മനുഷ്യരുടെ അനുഗ്രഹമാണ് നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നത്, നമ്മളെ വൈജ്ഞാനികമായി പിടികൂടിയിരിക്കുന്നത് ആ അനുഗ്രഹമാണ് എന്ന് മാധവ മാഷ് ഒരിക്കൽ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിശാചുക്കൾ എന്നിവിടെ സൂചിപ്പിക്കുന്നത് കേവലമായ ഭയപ്പെടുത്തുന്ന രൂപം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, മറിച്ച് ആ പിശാചുക്കൾ എന്ന് പറയുന്ന വാക്കുകളിലൂടെ യഥാർത്ഥത്തിൽ രാക്ഷസവൽക്കരിക്കപ്പെടുകയും ഇരുട്ടായി പ്രതീകവൽക്കരിക്കുകയും ചെയ്ത പൂർവ്വതലമുറയുടെ ജീവിത സമരത്തിൻ്റെ പ്രതീകമാണ്, ജീവിത സമരത്തിൻ്റെ ഊർജ്ജമാണ് യഥാർത്ഥത്തിൽ പിശാചുക്കളായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. സി അയ്യപ്പൻ്റെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രേതങ്ങൾ യാദൃശ്ചികമായി കടന്നു വരുന്നതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇങ്ങനെ നോക്കിയാൽ രാമനും കൃഷ്ണനുമൊക്കെ അടിച്ചമർത്തലിൻ്റെ ബിംബങ്ങളായി മാറുന്ന കാലത്ത് അതിന് ദളിത് ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ലെന്ന യാഥാർത്ഥ്യമാണ് ഈ ദളിതൻ എന്ന് പറയുന്ന ആത്മകഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി ഈ കൃതി ഒരു ഇടത്തെ സംബന്ധിച്ചൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്പേസ്, ആ സ്പേസ് നഷ്ടപ്പെടുന്നതിനെ പറ്റി, ഇടം നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ വേദനകളെ സംബന്ധിച്ച്, ഇടമുണ്ടായിരുന്ന മനുഷ്യരുടെ ഇടം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള സൂക്ഷ്മാഖ്യാനങ്ങൾ നമുക്ക് ഈ കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ ബോധ്യപ്പെടും. ദളിതൻ എന്ന് പറയുന്ന കൃതിയിലൂടെ അതിലെ ചില കാര്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് അതിനൊരാമുഖം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ ആത്മകഥയിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിമോചന സമരം എന്നത് പൊതുവേ നമ്മൾ വിമോചന സമരത്തെപ്പറ്റി പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് പൊതുവേ കാണുക. അങ്ങനെ പറയുമ്പോൾ അതൊരു വിപ്ലവമായിട്ട് വായിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ കൊച്ചേട്ടൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വിമോചന സമരം എന്ന് പറയുന്നത് ഈഴവർക്കും ദളിതർക്കുമെതിരായ വംശീയ ആക്രമണങ്ങളായിരുന്ന വിമോചന സമരത്തിൻ്റെ അടിയടരായി വർത്തിച്ചത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം കൊച്ചേട്ടൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അല്ലാതെ കേവലമായ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കുന്ന ഒന്ന് മാത്രമായിരുന്നില്ല. യഥാർത്ഥത്തിൽ വിമോചന സമരത്തിലൂടെ നടന്നത് എന്താണ്? വിമോചന സമരത്തിലൂടെ ഈഴവരെയും ദളിതരെയും അടിച്ചമർത്തുകയായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ ഈ വിമോചന സമരത്തിൻ്റെ ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുമ്പോൾ വിമോചന സമരം ആരെയാണോ പുറത്താക്കിയത്, ആ പുറത്താക്കിയവർ വിമോചന സമരം ചെയ്തവരെ കൈപിടിച്ച് അകത്താക്കിയതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിമോചന സമരം ചെയ്തവരല്ല ആരുടെ കൂടെ ഉണ്ട്, ഇപ്പോൾ പുരോഗമനക്കാരുടെ കൂടെ ഉണ്ട്. വിമോചന സമരം ചെയ്ത മുഴുവൻ ആൾക്കാരും പുരോഗമനക്കാരുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ അപ്പുറത്ത് ആരുമില്ല അപ്പുറത്ത്. നമ്മൾ ഇതിന് ഒരു ചെറിയ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കിട്ടുണ്ട്. സമാദരണീയനായ സണ്ണിച്ചേട്ടൻ ഇവിടെ, സണ്ണി സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളാണ് കേരള സമൂഹത്തിലുണ്ടായി, വലിയ കോലാഹലങ്ങൾ. സണ്ണിയം കവിക്കാട് എന്തോ മഹാപാതകം ചെയ്തു എന്ന തോന്നലാണ് കേരള സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. എന്തോ മഹാപാതകം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ജോസ് കെ മാണി ഇന്നലെ വരെ മഹാഭാവിയായിട്ടാണ് പുരോഗമനക്കാർ വിലയിരുത്തിയത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നരകത്തിൽ പതിക്കുമെന്ന് പുരോഗമനക്കാർ വിപ്ലവ വിധി എഴുതി. പക്ഷേ പിറ്റേ ദിവസം ഇപ്പുറത്ത് വന്നപ്പോൾ അദ്ദേഹവും വിപ്ലവകാരിയായി. ഈ വിപ്ലവത്തിൻ്റെ ഒരു സവിശേഷത, ഇന്നലെ വരെ പാൻറ് ഇട്ട നിങ്ങളെ ഇന്ന് ബർമൂടക്കാരനാക്കാനും ബർമൂട ഇട്ട നിങ്ങളെ പാൻറ് ഇട്ട ആളാക്കാനും വിപ്ലവകാരികൾക്ക് കഴിയുമെന്നുള്ളതാണ്. ഈ രീതിയിലുള്ള വിപ്ലവ വായാടിത്തം കേരള സമൂഹത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കപ്പ ഇത്രയും വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി കേരള സമൂഹത്തിൽ മാറിത്തീർന്നത്. കപ്പ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്രമായി ഒരിക്കലും കേരള സമൂഹത്തിൽ മാറി തീർന്നിട്ടില്ല. കപ്പ ഒരു സാംസ്കാരിക പ്രശ്നമായി ഇപ്പോൾ കേരളത്തിൽ മാറിയിരിക്കുക. എന്താണ് പ്രശ്നം?
പ്രശ്നമെന്ന് പറയുന്നത് ദളിതർ സ്വന്തം ഐഡൻറ്റിറ്റിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ അധികാര കേന്ദ്രത്തിലേക്ക് നടന്നെടുക്കുന്നു എന്ന തോന്നലാണ്. അങ്ങനൊരു തോന്നൽ പോലും കേരളത്തിലെ വരേണ്യ വിഭാഗങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്തിൻ്റെ പേരിലാണോ മഹാത്മാ അയ്യങ്കാളി തൻ്റെ സാധുജനങ്ങളുമായി സ്കൂളിലേക്ക് പ്രവേശിച്ചപ്പോൾ പണിക്കർ ബോധം കെട്ട് വീണത്, അതുപോലെ സണ്ണിയം കവിക്കാടിൻ്റെ സ്ഥാനാർത്ഥിത്വം കേട്ടപ്പോൾ കേരളത്തിലെ പുരോഗമനകാരികൾ ബോധം കെട്ട് സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്ന ആ ശബ്ദം ഇതുവരെ തീർന്നിട്ടില്ല. കരച്ചിലാണ്. കരച്ചിൽ അവസാനിച്ചിട്ടേ ഇല്ല. ഈ രീതിയിലാണ്. കാരണം എന്താണ്? ഒരു ദളിതൻ അധികാര കസേരയിലേക്ക് നടന്നെടുക്കുവാൻ പോകുന്നു. അതൊരിക്കലും അനുവദിക്കാമോ? അത് പാടില്ല, അനുവദിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ചട്ടുകങ്ങളെ മതി, ഇതാണ് ലൈൻ. ഞങ്ങൾക്കാരെ മതി? ചട്ടുകങ്ങളെ മതി. ചട്ടുകങ്ങളെ കൊണ്ട് ദോശയും അപ്പവും ചുടിയിച്ച് കേരള സമൂഹത്തെ ഈ വിധമാക്കി. ഇതിനൊരു മാറ്റം വേണ്ടേ എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ നമ്മളെ രാഷ്ട്രീയ ശത്രുക്കളായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് കൊച്ചേട്ടൻ്റെ ആ നിരീക്ഷണം യഥാർത്ഥത്തിൽ വിമോചന സമരം ആർക്കെതിരെയാണോ ആക്രമണം തീർത്തത്, ആ ആക്രമണം ഇപ്പോഴും പര്യവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏത് സ്പേസിന് വേണ്ടിയാണോ നമ്മൾ നിലകൊള്ളുന്നത്, ആ സ്പേസ് അടയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഭൂപരിഷ്കരണത്തിലൂടെ ദളിതേതര സമുദായങ്ങൾക്ക് ഭൂവുടമസ്ഥത ലഭിച്ചപ്പോൾ ദളിതർക്ക് 10, 5, 3 സെൻറ്റ് കുടികിടപ്പവകാശമാണ് ലഭിച്ചതെന്ന് കൊച്ചേട്ടൻ രേഖപ്പെടുത്തുന്നുണ്ട്. പലതരത്തിലുള്ള പഠനങ്ങളും ഇതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുമുണ്ട്. ഭൂപരിഷ്കരണത്തിൻ്റെ പ്രയോജനം സവർണ മധ്യമ ജാതികൾക്കാണ് ലഭിച്ചതെന്നും ദളിതർ കോളനിവൽക്കരിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നും കൊച്ചേട്ടൻ ഇതിനകത്ത് ദളിതൻ എന്ന് പറയുന്ന ആത്മകഥയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കേവലം ഒരു ഭൂമിയുടെ പ്രശ്നം മാത്രമല്ല, ഇത് അടിസ്ഥാനപരമായ വിഭവാധികാരത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ആ വിഭവാധികാരത്തിൻ്റെ പ്രശ്നങ്ങളെ ഒരിക്കലും ഉന്നയിക്കാതിരിക്കുക, അതിലേക്ക് തൊടാതിരിക്കുകയും നമുക്കൊരാളെ മനുഷ്യസ്നേഹിയാണെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. അയാൾ മഹാകാരുണ്യവാനാണ്, മഹാമനീഷിയാണ്, പണ്ഡിതനാണ് എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തെ ഒരിക്കലും അഭിസംബോധന ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രമുണ്ട്. ചരിത്ര പണ്ഡിതയായ വിജയ്നാഥ് ഈ രാഷ്ട്രീയ തന്ത്രജ്ഞതയെ വിളിച്ച പേര് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്നാണ്, ബ്രാഹ്മണ്യ സ്വാംശീകരണം. ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം ഇങ്ങനെ ഒരു രാഷ്ട്രീയ സ്വാംശീകരണത്തിന് കൊച്ചേട്ടനെ വിട്ടുതരില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയമായി സ്വാംശീകരിക്കപ്പെടേണ്ട ഒരാളല്ല, മറിച്ച് ഇന്ത്യയിലെ പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വന്തത്തെ തന്നെ ത്യജിച്ചുകൊണ്ട് ധാരാളം വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ജീവാർപ്പണം ചെയ്ത എഴുത്തുകളാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. നമുക്കൊരു പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നൊരു കേവലമായ പുസ്തകമാണ് എന്ന്. പക്ഷേ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പുസ്തകത്തിൽ ചോര പൊടിയുന്നതും കണ്ണുനീരൂർന്ന് വീഴുന്നതും നമുക്ക് കാണാൻ കഴിയും. അത് പൊയ്കയിൽ അപ്പച്ചൻ വിലപിച്ചതുപോലെ, കാണുന്നില്ലൊരക്ഷരം എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പറയുന്ന പൊയ്കയിൽ അപ്പച്ചൻ്റെ ആ ദാർശനിക വാക്യമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്തിനു വേണ്ടിയാണോ ഖേദിച്ചത്, എന്തിനു വേണ്ടിയാണോ ദുഃഖിച്ചത്, ചരിത്രമില്ലാത്ത മനുഷ്യരായി പോയല്ലോ ഞങ്ങൾ എന്ന ആ ദുഃഖത്തെ യഥാർത്ഥത്തിൽ കെ കൊച്ച് അദ്ദേഹത്തിൻ്റെ ദളിതൻ എന്ന് പറയുന്ന ആത്മകഥയിലൂടെ പൂരിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ചരിത്രമുള്ളവരാണ് എന്ന പ്രഖ്യാപനമാണ് കൊച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ദളിതൻ എന്ന് പറയുന്ന ആത്മകഥയിലൂടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത്, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള മുഖ്യധാരാഖ്യാനങ്ങൾ സവർണ രക്ഷാകർതൃത്വത്തെ ഉറപ്പിച്ചെടുക്കുന്നവയാണെന്നും അവ ദളിതരുടെ സ്വത്വത്തെയും അസ്തിത്വത്തെയും പുറന്തള്ളുന്നവയാണെന്നും കൊച്ചേട്ടൻ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വളരെ അടുത്ത കാലത്ത് നടന്നൊരു സംഭവത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സംഭാഷണം തുടങ്ങിയത്. അതായത് കേരളത്തിലെ, ഇന്ത്യയിലെ ദളിതരുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ സവർണരുടെ രക്ഷാകർതൃത്വത്തിൻ്റെ കീഴിലാണ് നടന്നത് എന്നുള്ളതാണ് മുഖ്യമായ ആഖ്യാനം. കൊച്ചേട്ടൻ പറയുന്നത് അംഗീകരിച്ച് തരാൻ കഴിയില്ല. കാരണം ഉല്ലയിലുമൊക്കെ ദളിത് സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന മഹത്തായ പോരാട്ടങ്ങളെ
കൊച്ചേട്ടൻ ദളിതൻ എന്ന് പറയുന്ന ആത്മകഥയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തൽ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് തന്നെ കേവലമായ സഞ്ചാര സ്വാതന്ത്ര്യ സമരമോ കേവലമായ ആത്മാഭിമാന സമരവുമല്ല, മറിച്ച് ഈ ഇടം ഞങ്ങളുടേതു കൂടിയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ. ആത്മകഥയിലെ പ്രദേശങ്ങളെന്ന് പറയുന്നത് കേവലമായൊരു പ്രദേശമോ കേവലമായൊരു ഒരു 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 സ്പേസിനെ സംബന്ധിച്ചല്ല. കാരണം സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്കൊരിക്കലും കൈവശമില്ലാത്ത ഒന്നായിരുന്നു ഈ സ്പേസ് എന്ന് പറയുന്നത്. ആ സ്പേസ് നേടിയെടുക്കുന്നതിന് വേണ്ടി നിരവധിയായ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും നടത്തേണ്ടി വന്നു എന്നുള്ളതാണ്. മഹാൻ സത്യാഗ്രഹം എന്തിനു വേണ്ടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ നടന്നത്? അംബേദ്കർ തന്നെ മഹാൻ സത്യാഗ്രഹത്തെ പറ്റി പറയുന്നുണ്ട്. ഇത് ചൗദാർ കുളത്തിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന സമരമല്ല. കാരണം ചൗദാർ കുളത്തിലെ വെള്ളം കുടിച്ചില്ലെങ്കിലും ഞങ്ങളാരും ചത്തൊന്നും പോകത്തില്ല. ഇത് ചൗദാർ കുളത്തിലെ വെള്ളത്തെ സംബന്ധിച്ച പ്രശ്നമല്ല, മറിച്ച് ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് മഹാഡിൽ നടക്കുന്നത് എന്ന് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ വൈക്കത്ത് നടന്ന സമരം എന്തിനു വേണ്ടിയായിരുന്നു? അത് വൈക്കത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടുള്ള സമരമായിരുന്നില്ല. ഞങ്ങളും തുല്യ മനുഷ്യരാണ് എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ എവിടെ നടന്നത്? വൈക്കത്ത് നടന്നത്. 1989 വൈക്കത്ത് മനുസ്മൃതി കത്തിക്കുന്നതും CDNൻ്റെ നേതൃത്വത്തിൽ ആദിശങ്കരൻ്റെ കോലം കത്തിക്കുന്നതും മറ്റും കൊച്ചേട്ടൻ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ദളിതൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ മനുസ്മൃതി കത്തിക്കുന്നത്? എന്തിനാണ് ആദിശങ്കരൻ്റെ കോലം കത്തിക്കുന്നത്? ശശി തരൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദേശീയതയുടെ ഉത്കണ്ഠ എന്നാണ്. ദേശീയതയുടെ ഉത്കണ്ഠ എന്ന് പറയുന്ന പുസ്തകത്തിൽ ശശി തരൂർ പറയുന്നത് ഇന്ത്യയെ ഏകാത്മകതയുടെ സത്ത പഠിപ്പിച്ചത് ശങ്കരാചാര്യരാണെന്നാണ് പറയുന്നത്. ഇന്ത്യ ഒന്നാണെന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ചത് ആരാ? ശങ്കരാചാര്യരാണ്. ഇങ്ങനെ വിചിത്രമായ വാദഗതികളാണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ദേശീയതയുടെ ഉത്കണ്ഠയിൽ പറയുന്നത്. പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് ശങ്കരാചാര്യരുടെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം, ഇന്ത്യ യഥാർത്ഥത്തിൽ ഒന്നാക്കുകയല്ല, ഇന്ത്യയെ ചിതർപ്പിക്കുകയും ഇന്ത്യയെ പലതായി തെറിപ്പിക്കുകയും ഇന്ത്യയെ നശിപ്പിക്കുകയും ചെയ്ത പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവും പ്രോക്താവുമാണ് ശങ്കരാചാര്യർ. അതുകൊണ്ടാണ് CDNൻ്റെ നേതൃത്വത്തിൽ 1989 ശങ്കരാചാര്യരുടെ കോലം കത്തിച്ചത്. പക്ഷേ എന്തായിരുന്നു കേരളത്തിലുള്ള പുരോഗമനക്കാരുടെ അക്കാര്യത്തിലുള്ള നിലപാടുകൾ? കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന S.A. ഡാംഗെ ഭഗവത്ഗീതയെ പറ്റിയൊരു കുറിപ്പെഴുതി. ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം എവിടെ കാണാം? ഭഗവത്ഗീതയിൽ കാണാം. ഭഗവത്ഗീതയിൽ എന്ത് കാണാം? ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം കാണാം. വളരെ മുമ്പേ അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നു, വളരെ മുമ്പേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് യാഥാർത്ഥ്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. പണ്ട് മഹാമുനിമാർ, ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വലിയ രീതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പണ്ട് മഹാമുനിമാർ വിറകടുപ്പിൽ പാചകം ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിറകടുപ്പിലേക്ക് മടങ്ങിപ്പോകണം, ആർഷഭാരത സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ചിത്രങ്ങളിൽ, ഇപ്പോൾ ഇവിടെ ഒരു ചുവർ ചിത്രമുണ്ട്. ആ ചുവർ ചിത്രത്തിൽ ആർക്കും രോമങ്ങളില്ല, താടിയൊക്കെ വളരെ ഷേവ് ചെയ്ത് കുട്ടപ്പന്മാരായിട്ടുള്ള ദൈവങ്ങളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കേരള സമൂഹം, പുരോഗമന സമൂഹം ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, അന്ന് ഷേവിങ് സെറ്റ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ഒരിക്കലും കേരള സമൂഹം ചോദിച്ചിട്ടില്ല. ഷേവിങ് സെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷേവ് ചെയ്ത് കുട്ടപ്പന്മാരായിട്ട് അല്ലെങ്കിൽ വളരെ ശ്മശ്രുക്കളെല്ലാം ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. രാമായണ സീരിയലിൽ നമ്മൾ ഈ തട്ടത്തിൽ ആപ്പിൾ ഓറഞ്ചിരിക്കുന്ന കാണും. ഞാനെൻ്റെ ചെറുപ്പത്തിൽ കണ്ടൊരു സീരിയൽ ഈ ശ്രീകൃഷ്ണ പരമ്പരയാണ്. ആ ശ്രീകൃഷ്ണ പരമ്പരയിൽ ചപ്പാത്തി എന്ന കൃഷ്ണനെ ശ്രീകൃഷ്ണ പരമ്പരയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിപുലമായി ഗോതമ്പ് കൃഷി ചെയ്യാതെ ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ വിപുലമായി ഗോതമ്പ് കൃഷി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെ കൃഷ്ണൻ ചപ്പാത്തി ഉണ്ടാക്കി? ആ ചോദ്യം ഒരിക്കലും നമ്മൾ ചോദിച്ചിട്ടില്ല. മുഗളന്മാർ വന്നതിന് ശേഷമാണ് ആപ്പിൾ കൃഷി ആരംഭിക്കുന്നത്. പക്ഷേ രാമായണ സീരിയലിൽ കൗസല്യയുടെ കൊട്ടാരത്തിൽ തട്ടത്തിൽ എന്തിരിക്കുന്നു? ആപ്പിൾ ഓറഞ്ച് ഇരിക്കുക. ഇങ്ങനെ വിചിത്രമായ കാഴ്ചക്കകത്തേക്ക് നമ്മളെ കടത്തിക്കൊണ്ട് പോവുകയാണ്. വിചിത്രമായ കാഴ്ചക്കകത്തേക്ക്
നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മൾ മറ്റൊരു മായാലോകത്തിൽ എത്തിപ്പെടുകയാണ് എന്നുള്ളതാണ്. ഇത്തരം ആർഷഭാരത സംസ്കാരത്തെയും അതിൻ്റെ തനിമാവാദത്തെയും അത് ഉന്നയിച്ച പുരോഗമന പ്രകൃതികളെയും കൊച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. രണ്ടുദാഹരണങ്ങൾ മാത്രം പറയാം. അത് എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ശങ്കരൻ്റെ അദ്വൈത വേദാന്തത്തെ സ്ഥാനപ്പെടുത്തിയത് ഹെഗലിൻ്റെ തത്വചിന്തയോടാണ്. നമുക്ക് ഹെഗലിനോട് പലതരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടാകാം. പക്ഷേ ഹെഗൽ എവിടെ കിടക്കുന്നു, ശങ്കരൻ എവിടെ കിടക്കുന്നു? ശങ്കരനെ ഹെഗലിനോട് താരതമ്യം ചെയ്യണമെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരിടത്ത് പറയുന്നുണ്ട്, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അടുത്ത കാലത്ത് നടക്കുന്ന ഒരു സംഭവവികാസം എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ഭരണഘടന, മറ്റൊരു കയ്യിൽ മഹാഭാരതം. ഇങ്ങനെ വിചിത്രമായ പരിപാടിയുമായിട്ടാണ് കേരളത്തിലെ ആളുകൾ നടക്കുന്നത്. എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഈ വാദഗതികളെ നിശ്ചിതമായ വിമർശനത്തിന് കൊച്ചേട്ടൻ വിധേയമാക്കുന്നുണ്ട്. ഇന്ത്യയ്ക്ക് മേൽ ബ്രാഹ്മണ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ സ്ഥാപനവൽക്കരിക്കുകയും അപശൂദ്രാധികരണത്തിലൂടെ കീഴാളർക്കും സ്ത്രീകൾക്കും ജ്ഞാനാവകാശം നിഷേധിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആദിശങ്കരനെന്ന് കൊച്ചേട്ടൻ തുറന്നെഴുതി. നമ്മളിത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, കൊച്ചേട്ടൻ്റെ ആദ്യകാലത്ത് എഴുത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്തകളും എഴുത്തുകളും വളരെ വലിയ രീതിയിൽ കേരളത്തിന് പരിചിതമാകുന്ന ഒരു കാലത്തിന് മുമ്പാണ് കൊച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതവുമായി രംഗപ്രവേശം ചെയ്യുന്നത്. അതൊരു നിസ്സാരമായ കാര്യമല്ല. ആ നിലയ്ക്ക് നോക്കിയാൽ മലയാളിയുടെ ദൈക്ഷണിക ജീവിതത്തെ, മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തെ അടിമുടി കീഴ്മേൽ മറിച്ച രാഷ്ട്രീയ ദൈക്ഷണികനും രാഷ്ട്രീയ തത്വചിന്തകനും സാമൂഹിക ചിന്തകനും കൂടിയാണ് കെ കൊച്ച്. അതുകൊണ്ട് തന്നെ കൊച്ചേട്ടൻ്റെ ഈ ആത്മകഥ കേവലമായ ഒരു ആത്മകഥ മാത്രമല്ല, നമ്മളെ തന്നെ പരിഷ്കരിക്കുകയും മലയാളിയെ പരിഷ്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമായി ദളിതൻ എന്ന് പറയുന്ന ആത്മകഥ മാറിത്തീരുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകം തുടങ്ങുന്നത് ആദ്യാക്ഷരങ്ങളെന്ന് പറയുന്ന അധ്യായം. ആ അധ്യായം തുടങ്ങുമ്പോൾ കൊച്ചേട്ടൻ എഴുതുന്നുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി വിജനമായും തരിശായും കിടക്കുകയായിരുന്നു. കുറച്ച് വീടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തരം കുടിപ്പാർപ്പുകാർക്ക് ഉടമസ്ഥാവകാശ രേഖകൾ ഉണ്ടായിരുന്നില്ല. തന്മൂലം ഭൂമി വാസസ്ഥാനം മാത്രമായിരുന്നു. അക്കാലത്ത് പല ഘട്ടങ്ങളിലായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച തിരുവിതാംകൂറിലെ കണ്ടെഴുത്തുകാർ വന്നിരുന്നു. അവർക്ക് ആതിഥ്യമരുളിയത് നെയ്തശ്ശേരി മനയിലെ നമ്പൂതിരിമാരായിരുന്നു. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അതിൻ്റെ തുടർച്ചയിൽ കൊച്ചേട്ടൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നെയ്തശ്ശേരി മനയുടെ ഈ സമൃദ്ധിയുടെ ഉറവിടം എന്ന് പറയുന്നത് പുലയരുടെയും ഈഴവരുടെയും അധ്വാനശേഷിയായിരുന്നു ഈ സമൃദ്ധിയുടെ ഉറവിടം എന്ന് പറയുന്നൊരു സൂക്ഷ്മ നിരീക്ഷണം കൊച്ചേട്ടൻ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്പേസിനെ സംബന്ധിച്ചൊരു ആശയം ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്, കൊച്ചേട്ടൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ, സാമ്പ്രദായിക ചരിത്രരചനകളിൽ ക്ഷേത്ര കേന്ദ്രീകൃതമായാണ് സമൂഹ രൂപീകരണം നടക്കുന്നത്. ഇപ്രകാരമുള്ള ഗ്രാമസമ്പദ് വ്യവസ്ഥയിൽ നമ്പൂതിരിമാർ നെടുനായകത്വം വഹിച്ച് രൂപം കൊണ്ട ജന്മി സമ്പ്രദായത്തെക്കുറിച്ച് EMS നമ്പൂതിരിപ്പാട് എഴുതി. ജന്മി സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം അത് വമ്പിച്ചൊരു സാമ്പത്തിക വിപ്ലവത്തിന് വഴിതെളിച്ചു എന്നതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് EMSൻ്റെ വാദങ്ങളെ തന്നെ സമ്പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് അതുമാത്രമായിരുന്നില്ല കാരണമെന്ന് കാര്യകാരണ സഹിതം കൊച്ചേട്ടൻ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്, അദ്ദേഹം കടുത്തുരുത്തിയെപ്പറ്റി പറയുമ്പോൾ, മധുരവേലിയെപ്പറ്റി പറയുമ്പോൾ, വയനാട്ടിലെ തൻ്റെ ജീവിതത്തെപ്പറ്റി പറയുമ്പോൾ, അദ്ദേഹം കഴിഞ്ഞുകൂടിയ ഓരോ ഇടത്തെ സംബന്ധിച്ചുള്ള സൂക്ഷ്മാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് വിമോചനാത്മകമായ ഒരു തുറവി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ആഖ്യാനങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചു എന്നുള്ളതാണ്. കേവലമായ സ്ഥലവിവരണങ്ങളല്ല. ഇപ്പം മധുരവേലിയെപ്പറ്റി പറയുമ്പോൾ, ഉൻഡാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ, ഉൻഡാൻ എന്തുകൊണ്ട് ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ അത്തരം ഒരു മനുഷ്യൻ ഇടം പിടിച്ചില്ല എന്ന് പറയുന്നൊരു അന്വേഷണം കൊച്ചേട്ടൻ ഇതിനകത്ത് നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കഥകളിൽ ഉൻഡാൻ ഇല്ലാതെ പോകുന്നത്? ഉൻഡാനെക്കുറിച്ച് ഏറെ പ്രചാരമുള്ളൊരു കഥ എന്ന് പറയുന്നത് ഇതിനകത്ത് കൊച്ചേട്ടൻ ഉദ്ധരിക്കുന്നൊരു കാര്യമാണ്. കല്യാണത്തിന് വസ്ത്രമില്ലാതിരുന്ന, പണമില്ലാതിരുന്ന സാധാരണക്കാരനായ കുടുംബത്തിന് വേണ്ടി അതെല്ലാം സംഘടിപ്പിച്ചു കൊണ്ടുവരുന്ന ധീരനായകനായ ഉൻഡാൻ്റെ ഒരു ജീവിതം.
ഇതിൽ ആവിഷ്കരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉൻഡാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സൃഷ്ടിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? അത് കേരളത്തിലെ ദളിതരായ മനുഷ്യർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ സമ്പത്തും അധ്വാനവും ഒക്കെ തന്നെ വരേണ്യ വിഭാഗങ്ങൾ ഊറ്റിപ്പിഴിഞ്ഞ് അവരുടെ സ്പേസ്, അവരുടെ ഇടം സമ്പൂർണ്ണമായിട്ട് മറ്റു ചിലർ അപഹരിച്ചെടുത്തത് കൊണ്ടാണ് എന്ന ഒരു ദാർശനിക പ്രായോഗിക രാഷ്ട്രീയ സമസ്യയാണ് യഥാർത്ഥത്തിൽ ഉൻഡാൻ്റെ ഒരു കഥ പറയുന്നതിലൂടെ കൊച്ചേട്ടൻ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ കൊച്ചേട്ടനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാതെ പോകരുതാത്തൊരു കാര്യം, അദ്ദേഹം ഒരു ദളിത് ചിന്തകനോ രാഷ്ട്രീയ തത്വചിന്തകനോ മാത്രമല്ല, അദ്ദേഹം ഒരു സാഹിത്യ വിമർശകൻ കൂടിയായിരുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട്. സാഹിത്യ വിമർശകൻ കൂടിയായിരുന്നു. അത് പറയാൻ കാരണം എൻ്റെ ഓർമ്മയിൽ കെ ബാബുരാജിൻ്റെ തന്നെ ഒരു നിരീക്ഷണമുണ്ട്. ബാബുരാജ് പറയുന്നൊരു കാര്യം, സാഹിത്യം ഒരു വലിയ അധികാര കേന്ദ്രമാണ്, അതൊരു രാഷ്ട്രീയ ഭൂപ്രദേശമാണ് യഥാർത്ഥത്തിൽ സാഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സാഹിത്യത്തിലേക്ക് പ്രവേശിച്ചാൽ രാഷ്ട്രീയ അധികാരത്തെ കൂടെ നിയന്ത്രിക്കാൻ പറ്റും. കാരണം സാഹിത്യത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു നറേറ്റീവാണ്. ആ നറേറ്റീവ് ആരുടെ കൈകളിലാണോ ഉള്ളത് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും? അധികാരത്തെ സൃഷ്ടിക്കാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളൊരു പാട്ടാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ആ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ എന്താണ് പറയുന്നത്? ആഴിമകൾ ഒരുമിച്ചൊരു കട്ടിലിന്മേലന്നേരം 7-ാം മാളിക മുകളിൽ ഇരുന്നരുളും 7 ഉലകുവാഴിയായ തമ്പുരാനത്രയും താഴത്തൻ്റെ വയസ്സനെ ദൂരത്തു കണ്ടു. കണ്ടാൽ എത്ര കഷ്ടം, എത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ട് ഉത്തരീയവുമിട്ടു. ഒരു ബ്രാഹ്മണൻ, കുചേലൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ കൃഷ്ണനെ കാണുവാനായിട്ട് കൊട്ടാരത്തിലേക്ക് വരിക. എന്തിനാ വരുന്നത്? ദാരിദ്ര്യം പരിഹരിക്കാൻ. കൃഷ്ണനെ കണ്ടാൽ ദാരിദ്ര്യം പരിഹരിക്കും. രാമപുരത്ത് വാര്യർ എഴുതുന്നു, എന്തു കൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. എന്താണെന്നറിയാൻ വയ്യ, ഇതുവരെ കൃഷ്ണൻ കരഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ കൃഷ്ണൻ കരയുക. അന്തണനെ കണ്ടിട്ടുണ്ടായ സന്താപം കൊണ്ടോ തസ്യ ദൈന്യം, ബ്രാഹ്മണനെ കണ്ടിട്ടുണ്ടായ ദുഃഖം കണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ കൃഷ്ണൻ കരഞ്ഞു എന്നാണ് രാമപുരത്ത് വാര്യർ രേഖപ്പെടുത്തുന്നത്. ഈ രാഷ്ട്രീയ സമസ്യയുടെ ഉത്തരം കിടക്കുന്നത് EWS സംവരണത്തിലാണ്. EWS സംവരണത്തിൻ്റെ പ്രശ്നമേഖല എന്താണ്? അത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ. അതുകൊണ്ടാണ് സണ്ണി സാറ് അടുത്ത നടത്തിയ ഒരു പ്രഭാഷണത്തെ സൂചിപ്പിച്ചു, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പാടി ഇനിയും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പറയുകയുണ്ടായി. ഇത് പറയാൻ കാരണം, ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആർക്ക് വേണ്ടിയുള്ളതാണ്? അത് യഥാർത്ഥത്തിൽ വരേണ്യ വിഭാഗങ്ങളുടെ സംവരണം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പാട്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ദളിതരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, മത്സ്യത്തൊഴിലാളികളുടെ, സ്ത്രീകളുടെ ദുഃഖമൊന്നും ദുഃഖമല്ല. കൃഷ്ണൻ ആരുടെ ദുഃഖം കണ്ടപ്പോഴാണ് കരഞ്ഞത്? അന്തണനെ കണ്ടിട്ടുണ്ടായ സന്താപം കൊണ്ടോ. അതാണ് അഗ്രഹാരം കാണുമ്പോൾ ഹൃദയം പൊട്ടുക. എന്നിട്ടൊരു 10 കോടി അങ്ങോട്ട് അനുവദിക്കുക. എന്തിനാ? അഗ്രഹാരം നന്നാക്കാനേ. ഇവിടെ 4 ലക്ഷത്തിൻ്റെ വീട് നിങ്ങൾ എങ്ങനെങ്കിലും നിർമ്മിച്ചോണം ദളിതരെ. അഗ്രഹാരത്തിൻ്റെ ഓട് മാറ്റാൻ തന്നെ 10 ലക്ഷമാണ്. ഈ രീതിയിൽ വിചിത്രമായി ഈ വാദഗതികളുടെ പ്രശ്നം കിടക്കുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടുകളിലാണ് എന്നുള്ളതാണ്. അപ്പം രാഷ്ട്രീയ അധികാരം സാഹിത്യ ഭാവനകളിലൂടെ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയ അധികാരം സാഹിത്യത്തിലാണ് നിലകൊള്ളുന്നത്, അതിൻ്റെ നറേറ്റീവുകളിലാണ് എന്ന് മനസ്സിലാക്കിയ കൊച്ചേട്ടൻ സാഹിത്യത്തിലേക്ക് കടക്കുകയും സാഹിത്യത്തിൽ നിലനിൽക്കുന്ന മേൽക്കോയ്മ മനോഭാവങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയാണ്. ഡോക്ടർ സുനിൽ പി ഇളയിടം കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയെയും സഹോദരൻ അയ്യപ്പൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ ഇളയിടം പറയുന്നത്, സഹോദരൻ അയ്യപ്പൻ പരാജയപ്പെട്ട ഒരാളാണ്. SSLC പരീക്ഷയുടെ റിസൾട്ട് പോലെ പരാജയപ്പെട്ടു. സഹോദരൻ അയ്യപ്പൻ പരാജയപ്പെട്ടു. വിജയിച്ചതാരാ? വിജയിച്ച ചിന്താവിഷ്ടയായ സീത എഴുതിയ കുമാരനാശാൻ വിജയിച്ചു. സഹോദരൻ അയ്യപ്പൻ 8 നില പൊട്ടി എന്നാണ് വ്യാഖ്യാനം. തൻ്റെ ജീവിതകാലത്ത് തന്നെ സിവിൽ മാരേജ് ആക്ട് നടപ്പിലാക്കുകയും അയിത്തം നിർമ്മാർജ്ജനം ചെയ്യുന്നത് തൻ്റെ കണ്ണുകളിലൂടെ തന്നെ കാണുകയും അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടങ്ങൾ കേരള സമൂഹത്തിൽ വലിയ പുരോഗമനം നടത്തിയത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ട കേരളത്തിൻ്റെ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു
നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെല്ലാം വിജയിക്കുക ചെയ്ത, പരാജയപ്പെടുക അല്ല. മിശ്രവിവാഹം അത് വിജയിക്കുകയാണ് ചെയ്തത്. അതിനെതിരായി കലാപങ്ങൾ അഴിച്ചുവിട്ട സന്ദർഭത്തിൽ നാരായണ ഗുരുസ്വാമികൾ എഴുതി, മനുഷ്യരുടെ മതം, വേഷം, ഭാഷ എങ്ങനെ ഇരുന്നാലും അവരൊന്നിച്ചു കൂടുന്നതിനും പന്തി ഭോജനം നടത്തുന്നതിനും യാതൊരു ദോഷവുമില്ല എന്ന് നാരായണ ഗുരുസ്വാമികൾ കത്തെഴുതി കൊടുത്തുവിട്ടു സഹോദരൻ അയ്യപ്പന്. ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി, പോറ്റിയും തന്ത്രിയും കൂടെ അടിച്ചു മാറ്റിയത്. പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിറ്റേ ദിവസം കേരളത്തിലെ BJP പറഞ്ഞ എന്താണ്? ഞങ്ങൾ തന്ത്രിക്ക് വേണ്ടി അയ്യപ്പ ജ്യോതി തെളിയിക്കും. ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി കുടിക്കാൻ പറഞ്ഞ നാടാണ് കേരളം. പക്ഷേ തന്ത്രിക്ക് വേണ്ടി അയ്യപ്പ ജ്യോതി, മകരജ്യോതി, കർപ്പൂര ജ്യോതി എന്ന് വേണ്ട എന്ത് ജ്യോതി നടത്താൻ തയ്യാറായ ആളുകൾ രംഗത്ത് വരികയാണ്. ഇതിൻ്റെ യുക്തി പരസ്പരം ബന്ധിതമാണ് എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി മിശ്രവിവാഹത്തെയും മിശ്രഭോജനത്തെയും തടഞ്ഞുകൊണ്ട് ജാതി വ്യവസ്ഥയെ ബ്രാഹ്മണ പൗരോഹിത്യ കേന്ദ്രിതമായി ഉറപ്പിക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആഖ്യാനങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ചിന്താവിഷ്ടയായ സീതയുടെ ആഖ്യാനങ്ങൾ അടിസ്ഥാനപരമായി ഹിന്ദുത്വവാദത്തെയാണ് ഉറപ്പിക്കുന്നത് എന്ന് പറയുന്ന സൂക്ഷ്മമായ നിരീക്ഷണം കൊച്ചേട്ടൻ മുന്നോട്ട് വെക്കുന്നത്. വരും ഓരോ ദശ വന്ന പോലെ പോം എന്ന് പറയുന്ന സീതയുടെ ഉക്തി യഥാർത്ഥത്തിൽ കർമ്മബ്രാഹ്മണ്യ സിദ്ധാന്തം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കൊച്ചേട്ടൻ പറഞ്ഞു വെച്ചു. സായണൻ്റെ പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയും, ബ്രാഹ്മണ സ്വർണ്ണഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ. നിങ്ങൾക്ക് ഷുഗർ വരാൻ കാരണം എന്താണ് ഷുഗർ വരാൻ കാരണം? ജീവിതശൈലിയുടെ കുഴപ്പമാണോ? അല്ല. മധുരം കണ്ടമാനം കഴിച്ചതുകൊണ്ടാണോ? അല്ല. ലഡു കഴിച്ചത് കൊണ്ടാണോ? അല്ല. ജിലേബി കഴിച്ചത് കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണ് ഷുഗർ വരുന്നത്? ബ്രാഹ്മണ സ്വർണ്ണഹരണ. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണൻ്റെ സ്വർണ്ണം അപഹരിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എന്ത് വന്നത്? ഷുഗർ വന്നതെന്നാണ് സായണീയം പറയുന്നത്. വിചിത്രമായൊരു ലോകം നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കുക. ഇതിൻ്റെ മറുപുറത്താണ് എൻ്റെ പിതാവിന് പനി വന്നപ്പോൾ എൻ്റെ പിതാവിന് എന്ത് കൊടുത്താണ് പനി മാറ്റിയത്? ഗോമൂത്രം കൊടുത്തിട്ടാണ് പനി മാറ്റിയത് എന്ന് പറയുന്നത് മാണ്ഡ്യ IITയിലെ പ്രൊഫസറാണ്. 650 ഗ്രാമിൻ്റെ പാരാസെറ്റമോളിൽ ഡോളോയിൽ തീരേണ്ട പ്രശ്നത്തിനാണ് 1 ലിറ്റർ ഗോമൂത്രം കലക്കി കുടിക്കുന്നത്. ഈ വിചിത്രമായ ഭാവനാ ലോകത്തെയാണ് യഥാർത്ഥത്തിൽ ആര് ചോദ്യം ചെയ്യുന്നത്? കൊച്ചേട്ടൻ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ പൗരാണിക ബ്രാഹ്മണിസത്തിൻ്റെ നിശ്ചിതനായ വിമർശകനായിരുന്നു കൊച്ചേട്ടൻ എന്നുള്ളതാണ്. അതിന് സാഹിത്യത്തിൻ്റെ വിചാരധാരകളെ ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യത്തിനുള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ട് അതിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. PK രാജശേഖരൻ മുതലായ പ്രഭൃതികൾ നാരായണൻ്റെ കൊച്ചരേത്തി പുറത്തു വന്നപ്പോൾ നാരായണൻ്റെ കൊച്ചരേത്തി ഒരു കൊള്ളാത്ത നോവലാണ് എന്നും അതുകൊണ്ട് ഡോക്ടർ PK പോക്കറിനെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത് നാരായണനെ കൂടുതൽ നന്നാക്കാൻ വേണ്ടിയുള്ള സാഹിത്യ വിമർശനമാണ് നടത്തേണ്ടത് എന്ന് പോക്കർ മാഷെ ഉപദേശിക്കുന്ന രീതിയിൽ ആരെത്തിച്ചേർന്നു? PK രാജശേഖരൻ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. നോക്കൂ, രാമായണത്തെപ്പറ്റി ഇവർക്ക് വിമർശനമില്ല, മഹാഭാരതത്തെപ്പറ്റി വിമർശനമില്ല, ഇന്ദുലേഖയെപ്പറ്റി വിമർശനമില്ല. അടിത്തട്ട് മനുഷ്യർ ആരെങ്കിലും നോവൽ എഴുതിയാൽ അത് ഭയങ്കര പ്രശ്നമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കാണാൻ കിട്ടിപ്പോയാൽ കഴിഞ്ഞാൽ പിന്നെ ആഴ്ചപ്പതിപ്പുകളിലല്ല അതിനെ തുണ്ടം മുറിക്കുന്ന സാഹിത്യ മാനദണ്ഡങ്ങൾ കൊണ്ട് അതിനെ അളക്കുകയായി. ആരാണ് ഇവരെ സാഹിത്യ അച്ഛന്മാരാക്കിയത്? എന്ത് മാനദണ്ഡമാണ്? ഏത് മാനദണ്ഡം അനുസരിച്ചാണ് ഇവർ സാഹിത്യത്തെ പരിശോധിക്കുന്നത്? ഈ ചോദ്യങ്ങൾ കൊച്ചേട്ടൻ തൻ്റെ എഴുത്തുകളിലൂടെ മുന്നോട്ട് വച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ സീതയുടെ വിചാരഭാഷയിലൂടെ ആശാൻ പങ്കുവെക്കുന്നത് ഹിന്ദുത്വ സങ്കല്പനങ്ങളാണെന്ന് സീതാകാവ്യത്തെ മുൻനിർത്തി കൊച്ചേട്ടൻ രേഖപ്പെടുത്തി. മാത്രമല്ല പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയത്തെ അദ്ദേഹം വീണ്ടെടുക്കുകയും ചെയ്തു എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല എന്നുള്ളതാണ്. അതുവരെ അരികുവൽക്കരിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ചെയ്ത സാഹിത്യത്തെ ചരിത്രത്തിൻ്റെ സെൻട്രൽ സ്ഥാനത്തേക്ക്, കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഒരു പുതിയ വിചാര മാതൃക വ്യതിയാനം തന്നെ സാഹിത്യ വിമർശനത്തിൻ്റെ പന്താവിൽ കൊച്ചേട്ടൻ സൃഷ്ടിച്ചു. അങ്ങനെ നോക്കിയാൽ സാഹിത്യ പഠനത്തിൽ ഒരു വിചാര മാതൃക വ്യതിയാനം സൃഷ്ടിച്ച അതുല്യനായ സാഹിത്യ പഠിതാവും ചിന്തകനും കൂടിയാണ് കൊച്ചേട്ടൻ എന്നുള്ളതാണ്. ഇത്തരം വിമർശനങ്ങൾ മുന്നോട്ട് വെക്കുക മാത്രമല്ല, ദളിതർ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത
ഒരു സമുദായമെന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ സംഘാടനത്തിലേക്ക് എത്തിച്ചേരണമെന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം അദ്ദേഹം പങ്കുവച്ചു എന്നുള്ളതാണ്. ജാതികളും ഉപജാതികളുമായി വിഭജിക്കപ്പെട്ട പാർശ്വവൽകൃത ജനത ദളിത് സമുദായം എന്ന പ്രബുദ്ധ ജനാധിപത്യ ബോധത്തിലേക്ക് ഉയരേണ്ടതിൻ്റെ രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള പഠനങ്ങളും ചിന്തകളും ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള ദിശാസൂചികകളും നിർമ്മിച്ചുകൊണ്ടാണ് കൊച്ചേട്ടൻ നമ്മളെ കടന്നു പോയിട്ടുള്ളത്. ജാതിപ്പേരൊഴിവാക്കി സമുദായം എന്ന സ്വത്വകൽപ്പനയിലേക്ക് വിമോചനാത്മകമായി സഞ്ചരിച്ച പാമ്പാടി ജോൺ ജോസഫിൻ്റെ രാഷ്ട്രീയ സമരങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ദളിത് സമുദായ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യത്തെ കൊച്ചേട്ടൻ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈഴവ സമുദായവും മുസ്ലിം വിഭാഗങ്ങളും ഒക്കെ തന്നെ സമുദായം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അധികാര കസേരയിലേക്ക് എത്തിച്ചേരുവാനും പല വിധത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചേട്ടൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അധികാര കസേരയിൽ നമുക്ക് ഇരിക്കാൻ കഴിയണമെങ്കിൽ അതിന് എന്തു വേണം? അതിന് ദളിത് സമുദായം ഒരു രാഷ്ട്രീയ സംഘടനാ ശക്തിയായി അടിയന്തരമായി രൂപീകരിക്കപ്പെടണമെന്ന് പറയുന്ന വലിയ ഇച്ഛാശക്തിയുള്ള ഒരു വലിയ രാഷ്ട്രീയ സ്വപ്നം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് കൊച്ചേട്ടന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് രാഷ്ട്രീയ ചട്ടുകങ്ങളുടെയും വിവിധങ്ങളായ രാഷ്ട്രീയ കക്ഷികളുടെയും മാത്സര്യങ്ങൾക്കതീതമായി ദളിത് രാഷ്ട്രീയത്തെ, ബഹുജനങ്ങളുടെ രാഷ്ട്രീയത്തെ, പിന്നോക്ക ജനതയുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ പ്രതിനിധിയെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് കൊച്ചേട്ടൻ്റെ ജീവിതത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരാദരവായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദളിത് സമുദായ രൂപീകരണം എന്നുള്ളത് കൊച്ചേട്ടൻ്റെ വലിയൊരു രാഷ്ട്രീയ സ്വപ്നമായിരുന്നു. അധികാര കസേരയിലിരുന്ന് അത് ചെയ്യാൻ കഴിയുമ്പോൾ സമുദായം ആ അർത്ഥത്തിൽ മറിയുകയും കൂടുതൽ അധികാരമുള്ള, കൂടുതൽ പദവികളുള്ള, കൂടുതൽ വിമോചനാത്മകമായ രാഷ്ട്രീയ സംഘാടനത്തിലേക്കൊക്കെ കടക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ജനതയായി ആർക്ക് മാറാൻ കഴിയും? നമുക്ക് മാറാൻ കഴിയുമെന്നുള്ളത്. ആ സ്വപ്നം പങ്കുവെച്ചുകൊണ്ടാണ് കൊച്ചേട്ടൻ ആവൽക്കരമായി കർമ്മം ചെയ്തത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കൊച്ചേട്ടനെ നമ്മൾ പൊതുവെ പല നിലയ്ക്കും അടയാളപ്പെടുത്താറുണ്ട്, സ്ഥാനപ്പെടുത്താറുണ്ട്. പക്ഷേ കേരളത്തിൽ PK ബാലകൃഷ്ണന് ശേഷം കേരള ചരിത്രത്തെ സമൂലാഗ്രം പഠനവിധേയമാക്കി പുതിയൊരു നറേറ്റീവ് സൃഷ്ടിച്ച ആളാണ് കൊച്ചേട്ടൻ. ആ നിലയ്ക്ക് നോക്കിയാൽ കൊച്ചേട്ടൻ ഒരു രാഷ്ട്രീയ തത്വചിന്തകനും സാഹിത്യ ചിന്തകനും സാഹിത്യ പഠിതാവും സാഹിത്യ വിമർശകനും മാത്രമല്ല, ഒരു ചരിത്രകാരനും കൂടിയാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. PK ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിന് ശേഷം പുറത്തു വന്ന കൊച്ചേട്ടൻ്റെ കേരള ചരിത്രവും സമൂഹ രൂപീകരണ എന്ന അതുല്യ ഗ്രന്ഥം പ്രാചീന മധ്യകാല കേരള ചരിത്രത്തെ വിമർശനാത്മകമായി പരിശോധിക്കുന്നു. ഭക്തിയും സമൂഹ രൂപീകരണവും തമ്മിലുള്ള ബന്ധവും ജാതി വിനിമയ ബന്ധങ്ങളും ആവിർഭാവവും മറ്റും ഈ ഗ്രന്ഥത്തിൽ ആഴത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അയ്യപ്പൻ്റെ കഥകളെ മുൻനിർത്തിയുള്ള പഠനത്തിൽ അയ്യപ്പനെക്കുറിച്ച് കൊച്ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇരുട്ടെല്ലാം എറിഞ്ഞുടച്ച അയ്യപ്പൻ, ഇരുട്ടെല്ലാം എറിഞ്ഞുടച്ച അയ്യപ്പൻ. കൊച്ചേട്ടൻ അയ്യപ്പനെ ഉദ്ധരിച്ചുകൊണ്ട് പറയും, ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള കരച്ചിലും പല്ലുകടിയുമാണ് എൻ്റെ രചനകളെല്ലാം തന്നെ. ആത്മാഭിമാനത്തിനു വേണ്ടിയുള്ള കരച്ചിലും പല്ലുകടിയുമാണ് എൻ്റെ രചനകളെല്ലാം തന്നെ എന്ന അയ്യപ്പൻ്റെ വാക്കുകൾ കൊച്ച് ഈ പഠനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അയ്യപ്പൻ്റെ ഈ പ്രസ്താവന കൊച്ചേട്ടൻ്റെ ജീവിതത്തെയും രചനകളെയും സംബന്ധിച്ചും പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ്. കേരളത്തിലെ ദളിത് ആദിവാസി ബഹുജനങ്ങളുടെ ചരിത്രപരമായ ശബ്ദമായി കൊച്ചേട്ടൻ മാറി. സ്വന്തം ജീവിതം തന്നെ പാർശ്വവൽകൃത ജനതയുടെ വിമോചനത്തിനായി ആത്മാർപ്പണം ചെയ്തു കൊച്ചേട്ടൻ. ബ്രാഹ്മണ്യാസമത്വങ്ങളുടെ ഇരുട്ട് എറിഞ്ഞുടച്ച് ജ്ഞാനോദയത്തിൻ്റെയും സമതയുടെയും സാഹോദര്യത്തിൻ്റെയും പുതിയ ലോകത്തെ ഭാവന ചെയ്ത അതുല്യനായ മനുഷ്യസ്നേഹിയും രാഷ്ട്രീയ തത്വചിന്തകനും ചരിത്രകാരനും ആക്ടിവിസ്റ്റും സാംസ്കാരിക വിമർശകനും പത്രാധിപരുമായിട്ടുള്ള മഹത്തായ ജീവിതം ജീവിച്ച ബാബുവേട്ടൻ നിരീക്ഷിച്ചതുപോലെ ആപൽക്കരമായി കർമ്മം ചെയ്ത കൊച്ചേട്ടൻ്റെ ധന്യമായ ജീവിതത്തിന് മുൻപിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ധീരമായ ആ ജീവിതത്തെ ഏറ്റെടുക്കുവാനുള്ള കടമയും കർത്തവ്യവും നമുക്കുണ്ട് എന്ന്
സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത് വലിയൊരു ആദരവായി കാണുന്നു. ഞാൻ 2 തവണ കൊച്ചേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്നെയും വിനിൽ പോളിനെ അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട്. നിശിതമായ വിമർശനങ്ങൾ കൊച്ചേട്ടൻ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കൊച്ചേട്ടൻ്റെ ഒരു പ്രത്യേകത, വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും മനുഷ്യർക്കിടയിലുള്ള സ്നേഹം, അതുല്യമായ സ്നേഹവും സാഹോദര്യവും കൊച്ചേട്ടൻ എക്കാലവും ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നുള്ളതാണ്. അതെല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. വിമർശനം ഉന്നയിച്ചാൽ ഉടൻ തന്നെ രാഷ്ട്രീയ ശത്രുവായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും നേരിട്ട് കാണുമ്പോൾ നമ്മളെ കെട്ടിപ്പിടിക്കുകയും എന്താണ് വേണ്ടത്, ആരുടെ രാമൻ ഇറങ്ങിയിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അയച്ചു തരാത്തത് എന്ന് സ്നേഹമസൃണമായി ചോദിക്കുകയും ആ പുസ്തകത്തെ മുൻനിർത്തി ഫേസ്ബുക്കിലൊരു കുറിപ്പ് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് കൊച്ചേട്ടൻ. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഞാനും സണ്ണീം സാറും കൂടെ അദ്ദേഹത്തെ കാണാനുള്ള അവസരമുണ്ടായി. ആ നിമിഷത്തെയൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ ഓർത്തെടുക്കുകയാണ്. ധീരമായ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ ജീവിത ചിന്തകളെ, ദാർശനികമായ സബൈര്യകളെ ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് സമകാലിക ഇന്ത്യയും സമകാലീന കേരളവും നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കുവാൻ കൊച്ചേട്ടൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകമായി ആശിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആത്മാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.